കസാക്കിസ്ഥാൻ, റഷ്യ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ മികച്ച ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കുറഞ്ഞ ചിലവിൽ MBBS പഠനത്തിന് 24 സ്റ്റഡി അബ്രോഡ് സ്പോട്ട് അഡ്മിഷൻ സൗകര്യം ഒരുക്കുന്നു. സെപ്റ്റംബർ ഇൻടേക്കിലേക്കുള്ള കോഴ്സിലേക്ക് വിദേശ സർവകലാശാല പ്രതിനിധികൾ നേരിട്ടെത്തി അഡ്മിഷൻ നടത്തുന്നു. ഓഗസ്റ്റ് 2 ഗോകുലം ഗ്രാൻഡ് കോഴിക്കോട്. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9001900156 8000800120. പാലും ബിസ്ക്കറ്റും കഴിച്ചിട്ട് പോയി പെട്ടെന്ന് ഡ്രസ്സ് മാറി കാലും കൈ മുഖം എല്ലാം കഴുകിയിട്ട് ഹോംവർക്ക് ചെയ്തോണം കേട്ടല്ലോ. ഞാൻ 2 ദിവസം കഴിഞ്ഞ് ശാർക്കര പോവേ, 3 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. അന്നാ നീ എന്നോട് പറയുന്നത്? നീ പോന്ന മരുന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടാന്നോ പോന്നെ? അതിന് ഞാൻ അമ്മയടുത്തല്ലോ പറഞ്ഞേ, ഞാൻ കരകേച്ചെടുത്തല്ലേ പറഞ്ഞേ. ഞാനൊരുത്തി ഇവിടെ നിൽക്കുന്നു, അപ്പൊ എന്നോടൊന്നും പറയണ്ട. ഞാൻ അറിയണ്ട പോന്നു മരുന്ന് തോന്നു. എന്റെ അമ്മ, ഞാൻ അമ്മയടുത്ത് തന്നെ പറഞ്ഞത്. പിന്നിപ്പൊ നീ പറഞ്ഞ കനകത്തിന്റെ അടുത്താ പറഞ്ഞെന്ന്? അയ്യോ അമ്മ, അമ്മയടുത്ത് തന്നെ ഞാൻ പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത്. നീ ഇപ്പൊ കനകത്തിന്റെ അടുത്താ പറഞ്ഞല്ലേ ഇപ്പൊ എന്നോട് പറഞ്ഞേ? രണ്ടുപേരും നിർത്തിയേ, വെറുതെ വഴക്കുണ്ടാക്കുന്നത്. അമ്മൂമ്മ അടുത്ത് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ചോദിക്കൂ. അമ്മൂമ്മ, ഈ ബഷീർ ആരാ? ഏത് ബഷീർ? എഴുത്തുകാരൻ ബഷീർ. അമ്മ, വൈക്കം മുഹമ്മദ് ബഷീർ. ഓ, അദ്ദേഹം ഭയങ്കര എഴുത്തുകാരനല്ലയോ? കഥയും നോവലും ഒക്കെ ഇഷ്ടം പോലെ എഴുതിയിട്ടുണ്ട്. അന്ന് മക്കളെ അദ്ദേഹത്തിനെ പറ്റി ഇപ്പൊ ചോദിച്ചേ? ആഗസ്റ്റ് 15-ാം തീയതി ഞങ്ങൾ എല്ലാവരും കൂടെ സ്കൂളിൽ നാടകം കളിക്കുന്നുണ്ട്. ആഹാ, அப்படினா நீ ஆக்ட் பண்ண போறியா? ആമാ, ബഷീർ കഥാപാത്രങ്ങൾ. ആഹാ, വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ കഥയിലെയും നോവലിലെയും കഥാപാത്രങ്ങളെ പറ്റി മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. മക്കൾക്ക് അറിയാമോ ആരൊക്കെയാണെന്ന്? ഇല്ല. അമ്മയ്ക്ക് അറിയാമോ? ഓ, അതൊക്കെ എനിക്കറിയാം. എന്താ പറ കേക്കട്ടെ. പൊൻകുരിശു തോമ, ആനവാരി രാമൻ നായർ, എട്ടുകാലി മമ്മൂഞ്ഞ്, പിന്നെ അങ്ങനെ കൊറേ ഉണ്ട്. ഇതൊക്കെ എന്തൊരു പേര്, കേൾക്കാൻ നല്ല രസമുണ്ട്. ഇത് മാത്രമല്ലടാ, ഇനിയും ഉണ്ട് കൊറേ. എനിക്ക് പ്രേമലേഖനത്തിലെ കേശവൻ നായരെയും സാറാമ്മയും ഭയങ്കര ഇഷ്ടം. ആഹാ, ഇവിടെയും വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചുള്ള ചർച്ച തന്നെ നടക്കണേ. പ്രിയപ്പെട്ട സാറാമ്മി, ജീവിതം യൗവന തീക്ഷ്ണവും ഹൃദയം പ്രേമസുലഭലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് എങ്ങനെ വിനിയോഗിക്കുന്നു? ഞാനാണെങ്കിൽ എൻ്റെ ജീവിതത്തിലെ നിമിഷങ്ങൾ ഓരോന്നും സാറാമ്മയോടുള്ള പ്രേമത്തിൽ കഴിയുകയാണ്. സാറാമ്മയോ ഗാഢമായി ചിന്തിച്ച് മധുരോധാരമായ ഒരു മറുപടിയാൽ എന്നെ അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സാറാമ്മയുടെ കേശവൻ നായർ. டேய் கேசு, என்ன இது? எனக்கு ஒண்ணுமே புரியல. ഒന്നും പുരിയാതാണ് ഇപ്പൊ ഇത്ര കൈയടിച്ചേ. நல்லா இருந்ததுடா. കനാൻറ്റി, അത് അമ്മൂമ്മ ഇപ്പൊ പറഞ്ഞില്ലേ, ബഷീറിന്റെ പ്രേമലേഖനം അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്. കേശു, നീ അറിഞ്ഞാ ഓഗസ്റ്റ് 15-ാം തീയതി ഇൻഡിപെൻഡൻസ് ഡേ ആണ്. ഇൻഡിപെൻഡൻസ് ഡേ ആണ്. ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്ന് പാറുന്റെ സ്കൂളില് പാറുവും പാറുന്റെ കൂട്ടുകാരും കൂടെ ചേർന്ന് ബഷീർ കഥാപാത്രങ്ങളെ ആക്ട് ചെയ്യാൻ പോവാണ്. അത് ശരി. അപ്പൊ അതിനായിരുന്നല്ലേ മാഡം നേരത്തെ വന്ന് കേശു ചേട്ടന്റെ അടുത്ത് കേശു ചേട്ടാ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥയൊക്കെ പറഞ്ഞു തരുമെന്നൊക്കെ ഒന്ന് ചോദിച്ചത്? അത് തന്നെ. മകളാ, അങ്ങനെയാണെങ്കിൽ നിനക്ക് ആ കാര്യം എന്നോട് അപ്പളേ പറഞ്ഞുകൂടായിരുന്നോ? അയ്യോ, ഞാൻ നേരത്തെ ചുമ്മാ പറഞ്ഞേ. എങ്ങനെ ചുമ്മാ പറഞ്ഞാണെന്നല്ലേ? വെറുതെ മക്കളെ, മനഃപൂർവ്വമാണ് കേശുടെ നിനക്ക് പറഞ്ഞു തരാണ്ടിരുന്നത്. ഇവൻ പറഞ്ഞെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കും മക്കളെ. അമ്മായി വേണ്ട, ഞാൻ ചേട്ടനടുത്ത് വിടത്തില്ല. മിണ്ടരുത് മക്കളെ, മിണ്ടരുത്. ആ പാവം കൊച്ചു എന്ത് സീരിയസ് ആയിട്ട് വന്ന് നിന്റെ അടുത്ത് ചോദിച്ചാടാ? അന്നേരം ഇവൻ ഒടുക്കത്തെ ജാടയിട്ട് നിന്ന്. ഡേയ്, നീ അല്ലേ പറയാറ് മലയാള സാഹിത്യം അരച്ച് കലക്കി കുടിച്ചവനാണ് നീ എന്ന്? ഓ തന്നെ, മലയാള സാഹിത്യം അരച്ചിലക്കി കുടിച്ചവൻ തന്നെ ഞാൻ. ആ അരച്ചിലക്കി കുടിച്ചതിന്റെ ഒരു ബലമാണ് ഇപ്പൊ കണ്ടത്. ഓ, എന്തായാലും പാറുവിന് നല്ല സങ്കടമായിട്ടുണ്ട്. ഞാൻ നോക്കിക്കോളാം. പാറു, മക്കൾ ഇവിടെ വന്നിരിക്കണ? നിക്കണോ? വേണ്ട, മക്കള് ചേട്ടൻ്റെ അടുത്ത് പിണക്കത്തിലാണാ? അമ്മണക്കോ? ചേട്ടൻ ചുമ്മാ പറഞ്ഞില്ലേ മക്കളെ? ചേട്ടനൊന്ന് പോയി തരുമോ? മക്കളെ പാറു, മക്കളെ
ചേട്ടനെ എൻ്റെ അടുത്ത് ഒരു സ്നേഹവും ഇല്ല. മക്കളെ എന്റെ പൊന്നുമക്കൾ അങ്ങനെ പറയരുത്. ഞാൻ പറയും ഞാൻ ഒന്നും പഠിക്കത്തില്ലെന്ന് ചേട്ടൻ പറയും. ഞാൻ അതിൽ സംശയം ചോദിച്ചാൽ അത് ചേട്ടൻ പറഞ്ഞു തരത്തില്ല. ചേട്ടൻ ചുമ്മാ ജാട ഇട്ടല്ലേ. ചേട്ടൻ ചാടയിട്ടോണ്ട് ഇവിടെ ഇരുന്നോ? ദൈവമേ, ഇങ്ങനെ ചേട്ടൻ ആർക്കും കിട്ടല്ലേ? കൊച്ച് എല്ലാം പഠിച്ചു. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.